ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോവെൽത്ത്. ഇൻഫർമേഷൻ എപ്പോഴും ഒരു സമ്പാദ്യമാണ്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം, അതായത് നമ്മൾ കുട്ടിക്കാലത്തിൽ പലർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ സാധനം. അതായത് നമ്മൾ എപ്പോഴും വിചാരിച്ചതാണ് ഇങ്ങനത്തെ നമുക്ക് ഒരു സാധനം ഇത് വാങ്ങിയിട്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ കുറേ വട്ടം വിചാരിച്ചതും പിന്നെ കുറേ വട്ടം ആഗ്രഹിച്ച ഒരു സാധനമാണ് ഞാൻ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ ലേസർ പോയിൻറ്റർ. അതെ, നിങ്ങൾ ഇതിൽ പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടാവും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഇതിൽ എന്തെല്ലാം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അടുത്ത വീഡിയോയിലൂടെ ഇതിൻ്റെ എക്സ്പെരിമെൻ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് ലേസർ ലൈറ്റ് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വരും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. സോ വരും വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലേസർ ലൈറ്റും പിന്നെ ഒരു USB കേബിളാണ് എനിക്ക് അയച്ചു തന്നത്. അതായത് ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ ഇത് പറഞ്ഞാൽ നമ്മൾ ലേസർ കണ്ടിട്ടുണ്ടാവും. അതായത് ഇതൊരു ബോക്സ് നോർമൽ ഒരു ബോക്സാണ്, ഇങ്ങനത്തെ ഒരു സ്പഞ്ചൊക്കെ ആയിട്ടുള്ള നോർമൽ ഒരു ബോക്സ്. സോ ഇത്രേ ഉള്ളൂ എനിക്ക് ഇതിൽ കിട്ടിയത്. സോ ഇത് ബോക്സ് മാറ്റി വയ്ക്കാം. സോ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ലേസർ ലൈറ്റ് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഒരു ബാറ്ററി ഉണ്ടാവും, പിന്നെ നമ്മൾ ഒരു ഇത്ര വലുപ്പമല്ലോ, അതായത് ഒരു ചെറിയൊരു ലേസർ ലൈറ്റാണ്, ഒരു ഗോൾഡൻ കളർ ലേസർ ലൈറ്റാണ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിൽ ഒരു ചെറിയൊരു 2 സെൽസ് ഉണ്ടാവും. അതുമാത്രമല്ല അതിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ്, ഞങ്ങൾ ലൈറ്റ് ഷേപ്സ് ആവുന്നത് ഓരോരോ ചെറിയ അതിൻ്റെ ഇതുണ്ടാവും, കവർ ഉണ്ടാവും. സോ അങ്ങനത്തെ കണ്ടത്. സോ ഇതൊരു ടോർച്ചിൻ്റെ മാരത്തെ ഒരു നല്ലൊരു ഹൈ പവറിലുള്ള ഒരു ലേസറാണ്. സോ ഇത് കുട്ടികളൊന്നും ഇത് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. പിന്നെ ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററീൻ്റെ ആയിട്ടും ഇത് നല്ലതാണ്. കാരണം ഇത് റീചാർജബിൾ ആണ്. മൊബൈൽ ചാർജർ ത്രൂ നമുക്ക് ഇത് റീചാർജ് ചെയ്യാം. അതായത് ചാർജ് കഴിഞ്ഞ ശേഷം ഇത് റീചാർജ് ചെയ്യാം. സോ റീചാർജബിൾ ആയതുകൊണ്ട് നമുക്ക് കോസ്റ്റ്, അതായത് ബാറ്ററീസ് വാങ്ങുന്ന കോസ്റ്റ് നമുക്ക് അവിടെ റെഡ്യൂസ് ആവും. സോ ഇതൊരു നല്ലതാണ്. അതായത് ഒരു 200-300 റുപ്പീസ് കൂടുതൽ കൊടുത്താലും എങ്ങനത്തെ റീചാർജബിൾ ലേസർ വാങ്ങണതാണ് ബുദ്ധി. ഇത്ര ഉണ്ട് ഹൈറ്റ്. ഇപ്പോൾ സാധാരണ ഒരു ചെറിയൊരു ടോർച്ചിൻ്റെ അത്ര എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിലുള്ളത് ഇത് റിമൂവബിൾ ആണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഷേപ്സ്, അതായത് ഓരോരോ ഷേപ്സ് ഇതിൽ വരും. ആ ഷേപ്സ് നമുക്ക് എങ്ങനെ തിരിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വരും. സോ അത് ചേഞ്ച് ആക്കാനുള്ള സാധനമാണ്. അതിനുശേഷം ഇവിടെ വേറൊരു കമ്പാർട്ട്മെൻറ്റ് മാരത്തെ അതിങ്ങനെ ഊരുമ്പോൾ ഇത് ഡയറക്റ്റ് ലേസറാണ്. ഇതിലാണ് ലേസർ. സോ ഇതിനുള്ളിൽ വേറെ ലെൻസ് ഉണ്ട്. ഈ ലെൻസ് ത്രൂ ആണ് മുമ്പോട്ട് പോകുന്നത്. സോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ്. വേറെ എവിടെയും നമുക്ക് തുറക്കാനൊന്നും കിട്ടില്ല. അത് ബാറ്ററി ഊരാനോ അങ്ങനെയൊന്നും പറ്റൂല. ഫിക്സ്ഡ് ആണ് അതെല്ലാം. ലേസർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സോ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഞാൻ അടിക്കുകയാണ്. സോ ഇതിങ്ങനെ ഇപ്പോൾ കാണില്ല നിങ്ങൾ, ഇതിങ്ങനെ ചേഞ്ച് ആക്കുക. ഇതിലിങ്ങനെ ചേഞ്ച് ആക്കി ഇങ്ങനെ പോവാം. ഇതിങ്ങനെ തിരിക്കുമ്പോൾ, അതായത് ഇങ്ങനെ ഫ്രണ്ട് ഈ സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ആവും. ഇങ്ങനെ ചേഞ്ച് ആക്കാം. സോ ഫ്രണ്ട് ഇത് റിമൂവബിൾ ആണ്. സോ ഞാൻ ഇത് റിമൂവ് ആക്കുകയാണ്. സോ ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ലേസർ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്കിത് നല്ലോണം ഇതാവുണ്ട്. ഇതൊക്കെ കണ്ടോ എന്താ പവർ, ഇതിൻ്റെ നല്ല പവറുള്ള സാധനമാണ് കഴിച്ചത്. ബാറ്ററി കുറഞ്ഞു തോന്നി. ഞാൻ ഇത് ചാർജ് ഒന്ന് വെക്കട്ടെ. സോ ഇത് ചാർജ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം. അതായത് ഇപ്പോൾ ഞാനിങ്ങനെ ലേസർ ലൈറ്റ് ഇങ്ങനെ ഇതിൽ പോകുന്നുണ്ട്. സോ ഞാൻ ഇങ്ങനെ തൊടാൻ പോവാണ് അതിന്. ഓ മൈ ഗോഡ്, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നോക്കൂ. ഇപ്പം ഞാനിത് ചുമരിലേക്ക് അടിച്ചു നോക്കുകയാണ്. സോ ഇതിനെ എങ്ങനെ ടെസ്റ്റ് ആക്കി നോക്കാം. സോ നമുക്കിത് റിമൂവ് ചെയ്ത് ഡയറക്റ്റ് ഇതില്ലാതെ, ഇതൊരു ഫിൽറ്റർ മാറിയാണ്, ഇതില്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ലേസർ കൊടുത്തു നോക്കാം. സോ സെക്കൻഡ് ഫിൽറ്റർ, അതായത് ഇതൊരു ഫസ്റ്റ് ഫിൽറ്ററാണ്. ഇതിന് ശേഷം വേറെ ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റാണ് ലേസറില്ല. സോ ഇത് നമുക്ക് കൊടുത്തു നോക്കാം. ഇതെങ്ങനെയാണ് നോക്കാം. സോ ഇത് നല്ലൊരു പോയിൻ്റാണ് കാണുന്നത്. ഓക്കെ, നല്ലൊരു ഹൈ പവറിലൊരു പോയിൻ്റാണ് ഇതിൽ കാണുന്നത്. സോ ഇത് നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഒന്നും ബർണിങ് അങ്ങനത്തെ സെൻസേഷൻ ഒന്നും ഇല്ല ഇതിൽ. നോർമലായിട്ട് തന്നെ ഇത് ഇല്ലത്, അത്ര ഇതൊന്നുമില്ല. കാരണം ഇത് സെക്കൻഡ് ലെയർ അല്ലേ.
സോ അങ്ങനെ ഇതിലങ്ങനെ ഒരു ഫീൽ ഇല്ല. സോ നമുക്ക് ഇത് മൂന്നാമത്തെ അതായത് സെക്കൻഡ് ലെയർ നമുക്ക് തുറന്നിട്ട് ഡയറക്റ്റ് ലേസർ ഒന്ന് നോക്കാം. സോ ഇതാണ് സെക്കൻഡ് ലെയർ. സോ ഇതിൽ നോക്കും, ഇതിങ്ങനെയാണ് ഉള്ളത് സെക്കൻഡ് ലെയർ, ഡയറക്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൽ സെക്കൻഡ് ലെയർ ഉള്ളത്. സോ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ചുമരിലേക്ക് അടിച്ചു നോക്കാം. അപ്പോൾ ഇതും കാണാൻ സെയിം തന്നെ, പക്ഷെ ഇതിൻ്റെ പോയിന്റ് കുറച്ചുകൂടി ഡാർക്കറായി മാറിയിട്ട് ഇത് നമുക്ക് കയ്യിലൊന്ന് വെച്ച് നോക്കാം. ഇതങ്ങനെ ഇതൊന്നുമില്ല. ഓ ഓക്കെ, ബർൺ ആവുന്നുണ്ട് ഗൈസ്, അതായത് ഒരു ബർണിങ് ഫീൽ വരുന്നുണ്ട് ഇതിങ്ങനെ അതാക്കുമ്പോൾ തന്നെ. എടുത്തു നോക്കാം കുറച്ചുകൂടി. അതായത് നമുക്കൊരു ഉറുമ്പ് കടിക്കുന്ന അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട് സംഭവം. അപ്പോൾ കുറേ നേരം ഞാൻ അങ്ങനെ വെക്കുക എന്തായാലും നല്ലൊരു അവിടെ ഒരു ബർണിങ് വേറെ ആവാനുള്ള സാധ്യത ഉണ്ട്, കാരണം പൊള്ളാനുള്ള സാധ്യത ഉണ്ട് കുറേ നേരം അങ്ങനെ വെക്കുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ലേസറിൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കാണാം, അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അതുമാത്രമല്ല എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. സോ വ്യത്യസ്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. Bye bye.